ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 8000 800120. ആമാ ഇല്ല, ഞാൻ 2 ദിവസം കഴിയുമ്പോഴേക്കും കുഴിപ്പുറത്തേക്ക് എത്തും. ആ ഞാൻ പുറത്താ. അതൊരു ചുരിദാർ കഴിക്കാൻ കൊടുത്തോണ്ടായിരുന്നു ആ ജംഗ്ഷനിൽ. അത് മേടിക്കാൻ പോയതാ. പക്ഷെ ആ ചേച്ചി തയ്ച്ചു കഴിഞ്ഞിട്ടില്ല. ഒരു മിനിറ്റ് ഞാൻ വിളിക്കാവേ. ഓ നീ ആ ബാക്കി പുട്ടിയോടത്ത് കലക്കി വൈ. അത് ഞാൻ നോക്കിക്കൊള്ളാളിയാ, നീ എവിടെ നോക്കി കണ്ടൊക്കെ നിക്കണേ. പിന്നെ ഇതൊക്കെ ഒരു ഹൈറ്റാടാ. ഇതല്ല, ഇതിനപ്പുറം ചാടിക്കിടന്നവനാണ്. നീ ഒരുപാട് ചാടല്ല അളിയാ, മനസ്സ് പതർന്ന്. എയിച്ച് പോടാ ഇവിടുന്ന്. ഇവിടെ എന്റെ കാല് പതറണം, അപ്പളാ അവന്റെ മനസ്സ്. നോക്കണേ. ആ എന്റെ പൊന്നു മുരളിനെ, സത്യമായിട്ട് ഞാൻ നിന്നെ വിളിക്കാൻ വേണ്ടി അങ്ങോട്ട് ഫോൺ എടുത്തതേ ഉള്ളൂ. പിന്നെ നീ വിളിച്ചത് ഞാൻ കാണാതിരിക്കുവോ? ആ ഞാനങ്ങനെ എടുത്തതാ. ഞാൻ തന്നെ പണിക്ക് പോയിട്ട് തിരിച്ച് വീട്ടിലോടെത്തണ്. പച്ചക്കറി മേടിക്കാൻ വേണ്ടിക്കരുത്. പണിക്കോ? പിന്നെ പണിക്ക് പോകണ്ട്. നിന്നെ പോലെ മറ്റേ ജനിച്ചപ്പോൾ വായിൽ സ്വർണ്ണക്കൻ്റെ ജനിച്ച ടീമല്ലല്ലോ നമ്മള്. ആ ശരി ശരി, ഞാൻ വിളിക്കാം. ആഹാ ആ ശരി. കുറച്ച് പച്ചക്കറി മേടിച്ചോക്കളെ. എല്ലാം വാങ്ങിച്ചു, പക്ഷെ എന്റെ മിഠായി മാത്രം വാങ്ങിച്ചില്ല. എന്റെ അടുത്ത് ഒരു ശ്രദ്ധയില്ല ചേട്ടൻ. ഇത് ചെയ്യടാ, മറവിയല്ലടാ. മറവിക്കൊക്കെ നമ്മള് ഒരു കാര്യം ചെയ്യും. നീ ഒരു കാര്യം ചെയ്യും, വെണ്ടയ്ക്ക് ഇരിക്കട്ടെ. ഒന്നുകൂടെ ഉണ്ടായിരുന്നു. അയ്യോ വെൽക്കം. എന്തോ ഇവിടെ അയക്കുന്നേ? വാ അകത്തോട്ട് പോവാം. തൊഴിലാളി വന്നേ, ഉഴപ്പാളി വന്നേ, ചായ കൊട്. നീയാണ് മക്കളെ ചേട്ടന്റെ ശരിക്കുള്ള നീതി. വന്ന് നമ്മള് ഈ പണിക്ക് കേറാൻ താമസിച്ചാലും ഇറങ്ങണ നേരത്തെ. അങ്ങനൊന്നും ചെയ്യരുത് ചേട്ടാ, സമയത്ത് ഇറങ്ങാൻ പാടുള്ളൂ. ഓ പിന്നെ ഇയാള് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് അറിയില്ല. ഇവിടെ ഉണ്ട് അങ്ങോട്ട് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ പണിയെടുത്തു. ചേട്ടാ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശേഷേ ഓ എത്ര ദിവസം കാണൂടെ ഈ പണി? ഈ സൈറ്റില് പണി ഒരു ഏറെക്കുറെ 10 ദിവസം കാണും. പിന്നെന്തര് വേറെ 2 സൈറ്റില് പണി പിടിക്കണം. കോളേജിൽ പോണം, അതാണ് പ്രശ്നം. സത്യം പറഞ്ഞാലേ ഞങ്ങളത് പണിക്കടയിൽ ചായയുടെ ബ്രേക്ക് എടുത്തില്ല, ടക്കനടിച്ചങ്ങ് തീർത്ത്. എന്നിട്ട് ഇപ്പം പോരാ നേരത്ത് 2 രൂപ ചായയൊക്കെ മേടിച്ച് കുടിച്ചിട്ട് വന്നു. അപ്പൊ ഇത് 2ാമത്തെ ചായ. എന്തായാലും ചായ കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ പോയി കുളിച്ചോണം. അതൊക്കെ അത്രേ ഉള്ളൂ. ഒരു ദിവസം എത്ര ചായയാടേ? ചേച്ചി പിടി, ചേച്ചി പിടി. ശിവ മക്കളെ കറക്റ്റ് പറഞ്ഞാല് 600 രൂപയുള്ള 700 രൂപയുണ്ട്. കണക്കേറ്റിക്കില്ല, 700 രൂപയുണ്ട്. 10 ദിവസം പോയി കഴിഞ്ഞാൽ 7000 രൂപ, പിന്നെ 5000 രൂപ ഇട്ട് കഴിഞ്ഞാൽ 12000 രൂപ. കറക്റ്റ് കണക്കാണ് കേട്ടോ. 900 രൂപയാണ് കിട്ടിയത്. 200 രൂപ പോയിരിക്കണം. ഓക്കെ, ചെലവാക്കല്ലേ. എന്റെ പേര് കേശു എന്നല്ല. ഞാൻ കാശ് കിട്ടിയാലേ ഇടം വരെ നോക്കാണ്ട് ഐസ്ക്രീമും സിബപ്പും ഒന്നും വാങ്ങി കളയൂല. പറഞ്ഞോട്ടൊന്നും ഞാൻ മേടിച്ചോണ്ടോ തിന്നണോ നിങ്ങളൊക്കെ തന്നെയല്ലേ? ഓ ഫണ്ടിന്റെ കയ്യിൽ സേഫ് ആയിരിക്കും. സേഫ് ആയിരിക്കണം, അത് മതി. എന്ത് ചേച്ചി ഇങ്ങനെ നോക്കണം? ഓ കുറ്റബോധമാണോ? ഞാൻ പൈസ ചോദിച്ചപ്പോ എനിക്ക് പൈസ തരാൻ പറ്റില്ലെന്ന്. കുഴപ്പമില്ല, ഇനി ചെയ്തിരിക്കും, തന്നോളൂ. നീ ഇപ്പൊ ചെയ്യുന്ന പണി സിമ്പിൾ ആണോ? സിമ്പിൾ ആണോ എന്നാ? ഈസി പീസ് കേസ് പറയാ ചോദിച്ചോട്ടോ. സിമ്പിൾ ആണോന്ന് ചുമ്മാ. അതായത് നമ്മള്
പുട്ടിയെടുക്കുന്നു, ബ്ലേഡ് ഇട്ട് 2 വര, ഭിത്തിയിലിട്ട് 2 വര, അങ്ങോട്ടൊരു തേപ്പ്, ഫ്രണ്ടിലോട്ടൊരു തേപ്പ്, ബാക്കിലോട്ടൊരു തേപ്പ്, ഫിനിഷ് ചെയ്ത് വിടും. കഴിഞ്ഞു. അപ്പൊ ഈ മേളത്തെ നിലയൊക്കെ ആരെയും അതവൻ ചെയ്യും. യവൻ ശിജി ചെയ്യുന്നേ. ഞാൻ ഈ മേളത്തെ പണിയൊന്നും എടുക്കില്ല. നമ്മള് നൈസിൽ താഴത്തെ പണി മാത്രമല്ലേ ചെയ്യും. ആണല്ലേ? പിന്നെ എന്നാലേ നാളെ തൊട്ട് പോണ്ട. ഓ എവിടെ പണിക്ക്. പണിക്കാ? ആ എന്ത്? എടാ നീ സ്ഥിരം ഈ പണി ചെയ്യുന്നവനാണെങ്കിൽ കുഴപ്പമില്ല. ഇത് നീ ആണ്ടിലും കുളത്തിലേക്കല്ലേ പോകത്തുള്ളൂ. വെറുതെ എന്തിനാണ് ആവശ്യമില്ലാതെ ഈ അപകടമൊക്കെ വിളിച്ചു ചേർത്തണേ? എന്ത് അപകടം ചേച്ചി പറയണേ? ഞാൻ മേളിൽ കയറൂല. ഞാൻ താഴെ എന്നുള്ള പണിയേ ഉള്ളൂ. ശരി, ടച്ച് വർക്കും കാര്യങ്ങൾ മാത്രം. കള്ളം പറഞ്ഞ ചെകിളടിച്ച് പൊട്ടിക്കും ഞാൻ കണ്ടടാ നീ ആ മേളത്തെ നില തുഞ്ചത്ത് പണിയെടുക്കണത്. എന്ത് വിശ്വാസം വന്നില്ലേ? കാണിച്ചരാം. ഇത് കണ്ടോ? ഈ തുമ്പത്ത് നിന്നാണ് ഇവൻ പണിയെടുക്കുന്നത്. എന്നിട്ട് പറയാണ് സിമ്പിൾ ആണെന്ന്. കള്ളം പറയാണ്ടല്ല. കേശുടെ മേളയിൽ നിന്ന് പണിയെടുക്കുന്ന കേശുവേ, ഇതെന്താന്നാ ഇത്? അധികം ഹൈറ്റ് ഒന്നുമില്ല, ചെറിയ ഹൈറ്റ് ഉള്ളൂ. നീ നിന്റെ ഈ കട തീർക്കാൻ വേണ്ടിട്ടല്ലേ ഈ പണിയൊക്കെ ചെയ്യുന്നേ? അത് ഞാൻ തന്നോളാം. നീ നാളെ തൊട്ട് പോകണ്ട. ഞങ്ങക്ക് നീയേ ഉള്ളൂ. എന്ത്? അല്ല ചേച്ചി, ഇതേപോലെ എത്ര പേര് പണിയെടുക്കണേ? ആ പണിയെടുക്കുന്നുണ്ട്. പക്ഷെ അവരൊക്കെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് പണിയെടുക്കുന്നത്. നീ അങ്ങനെയായിരുന്നാ? ഇവിടെ ഒരു കയറ് പോലും ഇല്ല പിടിക്കാൻ. ചേച്ചി നീ എനിക്ക് ശരി സമ്മതിച്ച്. ഞാൻ റിസ്ക് എടുത്ത് തന്നെ പണിയെടുത്ത്. ഇതൊക്കെ ഒരു വലിയ റിസ്ക് ആണോ? എത്രയോ പേരുണ്ട് ഇതേപോലെ പണിക്ക് പോണവര്, എന്തൊക്കെയോ കഷ്ടതകൾ സഹിച്ച് പണിക്ക് പോകുന്നവര്. ചേച്ചി എല്ലാവരും ഇതേപോലെ സേഫ്റ്റി ബെൽറ്റ് ചെയ്യണമെന്നാണ് വിചാരിക്കണത്. ചിലവർ അതിൽ അപകടം പിടിച്ച് എത്രയോ ബ്ലേഡിൻ്റെ ഇടയിൽ കൈകയറ്റുന്നുണ്ട്. ചേച്ചി ചേച്ചി പറ കേക്കാം. അവരുടെയൊക്കെ വീടിന് അവർ മാത്രമേ കാണുള്ളൂ. അതേപോലെ തന്നെ ഇപ്പൊ ചേച്ചി പറഞ്ഞേ നമ്മുടെ വീടിന് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അവര് ഞാനും തമ്മിൽ എന്താണ് വ്യത്യാസം? അവരിത്രയും ധൈര്യമായിട്ട് ഓരോരോ പണികൾ ചെയ്യില്ലേ ചേച്ചി? അപ്പൊ ഞാൻ ചുമ്മാ ഇങ്ങനെ വീട്ടിൽ കയറി കുത്തിയിരുന്നു കഴിഞ്ഞാ ഒരു മൊണ്ണയായി പോവില്ല. ചേച്ചിയുടെ അനിയൻ മൊണ്ണയാവണ പറയേച്ചി? ചേച്ചിയുടെ അനിയൊരു മൊണ്ണയാണാ? അല്ലല്ല. ചെറിയ ചെറിയ റിസ്ക് ഒക്കെ എടുത്താലേ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ. ചെറിയ ചെറിയ റിസ്ക് ഒക്കെ എടുക്കാം, പക്ഷെ ഈ ജീവൻ വെച്ചുള്ള റിസ്ക് ഉണ്ടല്ലോ, അത് വേണ്ട. അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ സേഫ്റ്റി വേണം. ഉറപ്പായിട്ടും കാണൂല്ലേ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.